ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന് കണ്ടുകൊണ്ട് ഇന്ന് ആർക്കും വിശ്വസിച്ച് മുമ്പോട്ട് നീങ്ങാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം ഈ ജയിച്ചു വരുന്ന ആളുകൾ എത്ര നാൾ ആ രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇപ്പം തന്നെ ഇന്നലെ നമ്മൾ കണ്ടതാണ് ഹിമാചൽ പ്രദേശിൽ ശ്രീ അഭിഷേക് സിംഗ്വി അദ്ദേഹം രാജ്യസഭയിലേക്ക് കടന്നുകൂടിയില്ല. ഈസി ആയിട്ട് പോകേണ്ടതാണ്, ഒന്നുമില്ല. 6 പേര് കൂറുമാറി വോട്ട് ചെയ്തു. അതാണ് അവസാനം വോട്ടുകൾ തുല്യമായപ്പോൾ നറുക്കിട്ട്. അവിടെയും ഭാഗ്യത്തിനും വേണ്ടത് BJP ആണ്. അപ്പോൾ ദൈവത്തിന് BJP വേണം, ഇനി ഭാഗ്യത്തിനും കൂടെ BJP വേണം എന്നുള്ളതാണ് ഇപ്പം നമ്മളിവിടെ കണ്ടത്. ഇനി ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ജനങ്ങൾ വിശ്വസിച്ച് വോട്ട് ചെയ്ത് ജയിപ്പിച്ച, മാൻഡേറ്റ് കൊടുത്ത് ജയിപ്പിച്ച ഈ 6 പേരെന്ന് പറയുന്ന ഇവന്മാരാരാണ്? ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇതാരാണ്? ഇത് അവർക്ക് എന്തെങ്കിലും ജനങ്ങളോട് എന്തെങ്കിലും ഒരു പ്രതിബദ്ധതയുണ്ടോ? മറുവശത്ത് പണവും വാങ്ങിക്കൊണ്ട് മാറി വോട്ട് കൊടുക്കുക. പണം കൊടുത്ത് ആരെയും വിലയ്ക്ക് വാങ്ങാം. ആ രീതിയിലേക്ക് പോയി. അതാണ് രാഷ്ട്രീയ ധാർമ്മികത എന്നിപ്പോൾ പറയുന്നത്. അതാവരുത് ധാർമ്മികത. ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിശ്വസിച്ച് വോട്ട് ചെയ്ത് കൊണ്ടുപോയാൽ എത്ര നാളെ അവർ ഇതിൽ നിൽക്കും എന്ന് നമുക്ക് എപ്പോഴെങ്കിലും പറയാൻ പറ്റും. ഇപ്പം നമ്മൾ തന്നെ ഇവിടെ ഒരുപാട് കാണുന്നല്ലേ, 40-40 വർഷം ഇരുന്ന് മൂത്ത് നരച്ച് ഇഷ്ടമാതിരി കിട്ടാവുന്നതെല്ലാം വാങ്ങിയെടുത്തിട്ട് ഇനി ആ പാർട്ടിയിൽ നിന്നൊന്നും കിട്ടത്തില്ല എന്ന് കാണുമ്പോൾ നേരെ മറുകണ്ഠം ചാടി അടുത്ത ഇതിലോട്ട് പോയിട്ട് അവിടെ പോയിരുന്ന് വീണ്ടും ക്യാബിനറ്റ് റാങ്ക് വാങ്ങുന്ന ആളുകൾ നമ്മൾ കാണുന്നില്ലേ? അതേപോലെ എത്ര പേരാണ്? ഒരുപാട് പേരുണ്ട്. എനിക്കിനി ഈ വിശ്വാസമില്ല, ഈ ഇതിൽ ഞാനില്ല. കാരണം എന്താ, ഇനി വിശ്വസിച്ചുകൊണ്ട് പ്രയോജനമില്ല. മൂത്ത് വരച്ച് 10-90 വയസ്സായാലും കിടന്നുകൊണ്ട് ഭരിക്കണം നിവൃത്തി ഉണ്ടെങ്കിൽ. കിടക്കേ കിടന്നുണ്ട്, സെനയിലായാലും അത് എൻ്റെ മക്കൾ ഭരിച്ചോളും എന്ന് പറയുന്ന കക്ഷികളുണ്ട്. ആ രീതിയിലാണ് ഈ രാഷ്ട്രീയക്കാരുടെ ധാർമ്മികത പോകുന്നത്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ജനങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിശ്വസിച്ച് വോട്ട് കൊടുക്കുന്ന ആളുകൾ ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകും എന്നുള്ള ഉറപ്പുള്ളവർക്ക് മാത്രം അവരോടൊപ്പം മാത്രം നിൽക്കുക. അല്ലാതെ എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ, ഒരു പച്ചത്തുരുത്ത് കാണുമ്പോൾ ഇവിടെ ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് അവിടോട്ട് ചാടിപ്പോകുന്ന ആളുകളുണ്ടല്ലോ, അവരെ യഥാർത്ഥ രാഷ്ട്രീയക്കാരല്ല, രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പറ്റിയ ആളുകളല്ല എന്ന് ജനങ്ങളൊന്ന് തിരിച്ചറിയണം. രാഷ്ട്രീയക്കാർക്ക് എന്തനാവശ്യം കാണിക്കാമെന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെടുക്കുന്ന രാഷ്ട്രീയക്കാർ. ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രീയക്കാരെ കൈക്കൊള്ളുന്ന അവരുടെ ഒരു ഇടപാട്, അവരുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാർക്കാണെങ്കിൽ എന്ത് ചെയ്യാമെന്നുള്ളതാണ്. എന്തനാവശ്യം കാണിക്കുക, എന്ത് തോന്നിയ ദിവസം കാണിച്ചാലും രാഷ്ട്രീയത്തിൽ അത് പ്രശ്നമല്ല. രാഷ്ട്രീയക്കാർക്ക് എന്നും സ്ഥിരമായ ഒരു ബന്ധമില്ല, സ്ഥിരമായി ആരുമായിട്ട് എതിർപ്പുമില്ല എന്നൊക്കെ ഒരുപാട് പേര് വിളിച്ച് പുലമ്പുന്ന നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ധാർമ്മികതയുടെ പ്രശ്നം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഈ രാഷ്ട്രീയക്കാർക്കൊരു ധാർമ്മികത വേണ്ടേ? ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വളരെ എതിരാണ് എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ തമ്മിൽ ഇടിപ്പിച്ച് ചോര കുടിക്കുന്ന ഒരു പ്രസ്ഥാനമായി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇതെല്ലാം. കാരണം ജനങ്ങൾ തമ്മിൽ അടിക്കണം, അവർ തമ്മിൽ വലിയ വൈരാഗ്യം കാണണം. ഇവിടെ BJPയും CPM എന്ന് പറഞ്ഞാൽ അണികൾ, താഴെക്കടയിൽ ഉള്ള അണികൾ തമ്മിൽ വലിയ വൈരാഗ്യമാണ്, വലിയ പ്രശ്നമാണ്. പക്ഷെ നേരെ മറിച്ച് ഉയരത്തിലുള്ളതാണ് നമ്മളിപ്പോൾ ഈ കണ്ടതൊക്കെ.